Hello dear ladies and gents, welcome again to English Wow. My name is Nishad. ഡിഡ് കൊണ്ടൊരു ഇംഗ്ലീഷ് മാജിക്, അതാണ് ഇന്നത്തെ ക്ലാസ്സിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ. ഡിഡ് എന്നുള്ളത് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഡിഡ് എന്താണ് അതിൻ്റെ മീനിങ്, പ്രധാനമായിട്ടും ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഡിഡ് എന്നുള്ളൊരു വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഡിഡ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വരുന്ന മീനിങ് എന്താണ്, അതിന് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്താണ്, എങ്ങനെയാണത് തെറ്റുകൂടാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഡ് വെച്ച് നമ്മൾ ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡിഡ് വെച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ഒരു കാര്യം ചെയ്തിരുന്നോ എന്നാണ്. ഒരു ആക്ഷൻ, അതെന്ത് ആക്ഷൻ ആവട്ടെ, അത് ചെയ്തിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ചെയ്തിരുന്നോ എന്നോ അല്ലെങ്കിൽ ചെയ്തോ എന്നോ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് എന്തിലാണ്? പാസ്റ്റിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. ഡിഡ് വെച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എന്താണ്? പാസ്റ്റാണ്. ചെയ്തിരുന്നോ എന്നോ അല്ലെങ്കിൽ ചെയ്തോ എന്നോ ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഏത് വേർബാണോ കൊടുക്കുന്നത് ആ വേർബ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ നമ്മൾ ചെയ്തോ അല്ലെങ്കിൽ ചെയ്തിരുന്നോ എന്നാണ് അതിന് മീനിങ് വരിക. അപ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ആദ്യം തന്നെ ഞാൻ ഡിഡിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് അല്ല പോകുന്നത്. ഡിഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ അത് പിറവി കൊള്ളുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു സെൻറ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. അതിൻ്റെ മീനിങ് എന്താണ്? അവൾ ഇന്നലെ ടെന്നീസ് കളിച്ചു അല്ലെങ്കിൽ കളിച്ചിരുന്നു. ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. അപ്പോൾ ഇത് ഇന്നലെ നടന്ന കാര്യമാണ്, കളിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ. ഷീ പ്ലേഡ് എന്നാണ് പറയുന്നത്. അതായത് പ്ലേഡ് എന്ന് പറയുമ്പോൾ പ്ലേ എന്ന് പറയുന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേർബിന് 3 ഫോമുകളുണ്ട്. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സെക്കൻഡ് ഫോമാണ്, അതായത് പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഇന്നലെ അവൾ ടെന്നീസ് കളിച്ചിരുന്നു അല്ലെങ്കിൽ കളിച്ചു. ഇനി അവൾ ടെന്നീസ് കളിച്ചിരുന്നു അല്ലെങ്കിൽ കളിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ നമ്മളൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് അപ്പോൾ ചോദ്യമാവുക? അവൾ ടെന്നീസ് കളിച്ചിരുന്നോ അല്ലെങ്കിൽ കളിച്ചോ? അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മൾ എന്തായിട്ട് ചോദിക്കുന്നത്? ഡിഡായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ ആ കാര്യം നടന്നോ അല്ലെങ്കിൽ നടന്നിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഫ്രെയിം ചെയ്യാണ്. അപ്പോൾ അത് ചോദ്യമായിട്ട് എങ്ങനെ വരിക? അവൾ ടെന്നീസ് കളിച്ചിരുന്നോ? ഇന്നലെ അവൾ ടെന്നീസ് കളിച്ചിരുന്നോ? എങ്ങനെ ചോദിക്കുക? അതിനെ നമ്മൾ ഡിഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? നോക്കൂ, ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? അവൾ ഇന്നലെ ടെന്നീസ് കളിച്ചിരുന്നോ അല്ലെങ്കിൽ കളിച്ചോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഡിഡ് എന്ന് പറഞ്ഞു, പിന്നെ അവൾ ആയതുകൊണ്ട് ഷീ എന്ന് പറഞ്ഞു, പിന്നെ അവിടെ ഉപയോഗിച്ച വേർബ് പ്ലേ എന്നാണ്. പിന്നെ നമ്മളവിടെ പ്ലേഡ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഡിഡ് ഷീ പ്ലേ, ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? ഇന്നലെ അവൾ ടെന്നീസ് കളിച്ചിരുന്നോ? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, ഡിഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപയോഗിക്കുന്ന വേർബ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഫസ്റ്റ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ഫോമിലായിരിക്കും. ഡിഡ് വെച്ചാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേർബിൻ്റെ ബേസ് ഫോം മാത്രമേ വരുള്ളൂ. ഡിഡ് ഷീ പ്ലേഡ് എന്ന് നമ്മൾ പറയില്ല. കുറേ ആളുകൾ അങ്ങനെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഡിഡ് ഷീ പ്ലേഡ് അല്ല, ഡിഡ് ഷീ പ്ലേ. കാരണം ഡിഡ് ഓൾറെഡി ഒരു പാസ്റ്റ് ഫോമാണ്. അങ്ങനെ 2 പാസ്റ്റ് ഫോം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഡിഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് ഒരു ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും. ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? ഇന്നലെ അവൾ ടെന്നീസ് കളിച്ചിരുന്നോ? അപ്പോൾ നമുക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാം, നെഗറ്റീവായിട്ടുള്ള ഒരു ആൻസറും കൊടുക്കാം. പോസിറ്റീവായിട്ടുള്ള ആൻസർ എന്താണ്? അത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്താൽ മതി. യെസ്, ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഷീ പ്ലേഡ് ടെന്നീസ് യെസ്റ്റർഡേ. ഇന്നലെ അവൾ ടെന്നീസ് കളിച്ചിരുന്നു. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ? ഓക്കെ, അപ്പോൾ ഇനി അതിലൊരു നെഗറ്റീവും കൂടി വരുന്നുണ്ട്. കളിച്ചിരുന്നില്ല എന്ന് വരുന്നുണ്ട്. അങ്ങനെയും പറയാമല്ലോ. ഇല്ല, അവൾ ഇന്നലെ കളിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? നോ, ഷീ ഡിഡ് നോട്ട് പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ വീണ്ടും ഡിഡ് വെച്ചു. ഡിഡ് നോട്ട് പ്ലേ, പിന്നെ അവിടെ വന്നത് പ്ലേ ആണ്. അപ്പോൾ ഡിഡ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന വേർബ് പിന്നെ സെക്കൻഡ് ഫോമിലല്ല, ഫസ്റ്റ് ഫോമിലായിരിക്കും വരിക. ഞാൻ ആ സെൻറ്റൻസ് ഒന്നും കൂടി പറയാം. ഡിഡ് ഷീ പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ?
Yes, she played tennis yesterday. No, she did not play tennis yesterday. They went home. They went home. What is the meaning? അവർ വീട്ടിലേക്ക് പോയിരുന്നു അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് പോയി. ഇപ്പോഴല്ല കേട്ടോ, പാസ്റ്റിലാണ്, മുമ്പേ ആണ് പറയുന്നത്. അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ. ദേ വെൻറ്റ് ഹോം. അവർ വീട്ടിൽ പോയി അല്ലെങ്കിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കുകയാണ്. അവർ വീട്ടിൽ പോയിരുന്നോ? എങ്ങനെയാണ് നമ്മളത് പറയാം? എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? അവരല്ലേ, അപ്പോൾ ഡിഡ് ദേ ഗോ ഹോം. അതായത് വെൻറ്റ് എന്നുള്ളത് സെക്കൻഡ് ഫോമാണ്, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോം ഗോ എന്നുള്ളതാണ്. സോ ഡിഡ് ദേ ഗോ ഹോം, അതായത് അവർ വീട്ടിൽ പോയിരുന്നോ? ഡിഡ് ദേ ഗോ ഹോം? യെസ്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആൻസർ നമ്മൾ എങ്ങനെ കൊടുക്കുക? യെസ് ദേ വെൻറ്റ് ഹോം. സമയം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം പറയാം. യെസ് ദേ വെൻറ്റ് ഹോം ലാസ്റ്റ് ഡേ. അവർ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിരുന്നു. ദേ വെൻറ്റ് ഹോം ലാസ്റ്റ് ഡേ. ഇനി പോയിരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? നോ ദേ ഡിഡിൻ ഗോ ഹോം. ഡിഡിൻ ഗോ ഹോം. ഡിഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഡ് നോട്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നോ ദേ ഡിഡിൻ ഗോ ഹോം. ഇനി അടുത്തൊരു സെൻറ്റൻസ്. അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു അല്ലെങ്കിൽ കൊടുത്തു. ഹി ഗേവ് ഹെർ എ ഗിഫ്റ്റ്. ഹി ഗേവ് എന്നുള്ളത് സെക്കൻഡ് ഫോം. ഹി ഗേവ് ഹെർ എ ഗിഫ്റ്റ്. ഇനി അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നോ? ചോദ്യം ചോദിക്കാം. ആ ചോദ്യം എങ്ങനെ ചോദിക്കുക? ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ഡിഡ് ഹി, അല്ലേ? ഡിഡ് ഹി ഗിവ് ഹെർ എ ഗിഫ്റ്റ്? ഡിഡ് ഹി ഗിവ് ഹെർ എ ഗിഫ്റ്റ്? അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നോ? അപ്പോൾ നമ്മൾ അതിന് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ആൻസർ എങ്ങനെ പറയാം? ഡിഡ് ഹി ഗിവ് ഹെർ എ ഗിഫ്റ്റ്? യെസ് ഹി ഗേവ് ഹെർ എ ഗിഫ്റ്റ്. അവിടെ ഗേവ് എന്നാ വന്നത്. യെസ് ഹി ഗേവ് ഹെർ എ ഗിഫ്റ്റ്, അതായത് സെക്കൻഡ് ഫോം. യെസ് ഹി ഗേവ് ഹെർ എ ഗിഫ്റ്റ്. നോ ഹി ഡിഡ് നോട്ട് ഗിവ് ഹെർ എ ഗിഫ്റ്റ്. നോ ഹി ഡിഡ് നോട്ട് ഗിവ്. അപ്പോൾ ഡിഡ് നോട്ട് വെച്ചപ്പോൾ വീണ്ടും നമ്മൾ ഏതാണ് ഉപയോഗിച്ചത്? ഗിവ് ആണ് ഉപയോഗിച്ചത്. നോ ഹി ഡിഡ് നോട്ട് ഗിവ് ഹെർ എ ഗിഫ്റ്റ്. അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഇറ്റ് വർക്ക്ഡ് വെൽ. ഇറ്റ് വർക്ക്ഡ് വെൽ. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും സാധനമായിരിക്കാം, ഒരു മെഷീനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇറ്റ് വർക്ക്ഡ് വെൽ. അപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്, അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് ഇറ്റ് വർക്ക്. അവിടെ പിന്നെ വർക്ക്ഡ് ഇല്ല, ഡിഡ് വെച്ചത് കൊണ്ട് വർക്ക് മാത്രമേ ഉള്ളൂ. സോ ഡിഡ് ഇറ്റ് വർക്ക് വെൽ? അത് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നോ? യെസ് ഇറ്റ് വർക്ക്ഡ് വെൽ. യെസ് ഇറ്റ് വർക്ക്ഡ് വെൽ. ഇനി വർക്ക് ചെയ്തിരുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ പറയാം? നോ ഇറ്റ് ഡിഡിൻറ്റ് വർക്ക് വെൽ. നോ ഇറ്റ് ഡിഡിൻറ്റ് വർക്ക് വെൽ. ദ ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. ദ ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. ആൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു. പാസ്റ്റിൽ ദ ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. ആ ആൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഡിഡ് വെച്ചിട്ട് എങ്ങനെ ചോദിക്കുക? ഡിഡ് ദ ബോയ് ആസ്ക്. ശ്രദ്ധിക്കണം, ഡിഡ് ദ ബോയ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഡിഡ് ദ ബോയ് ആസ്ക് എ ക്വസ്റ്റ്യൻ? യെസ് ദ ബോയ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. No, the boy didn't ask a question. No, the boy did not ask a question. And the last one. അത് അവളെ ബാധിച്ചിരുന്നു. അത് അവളെ ബാധിച്ചിരുന്നു. എന്തോ ഒരു കാര്യം അവളെ ബാധിച്ചിരുന്നു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് അഫക്റ്റഡ് ഹെർ. ഇറ്റ് അഫക്റ്റഡ് ഹെർ. അത് അവളെ ബാധിച്ചിരുന്നോ? അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഡിഡ് വെക്കാം. ഡിഡ് ഇറ്റ് അഫക്റ്റ് ഹെർ. അഫക്റ്റഡ് അല്ല, ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് അഫക്റ്റ്. Did it affect her? Yes, it affected her. No, it didn't affect her. Did it affect her? Yes, it affected her. No, it didn't affect her. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഡ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണെന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള കാരണം ഡിഡ് നമുക്ക് ഏത് സബ്ജക്റ്റുകളുടെ കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഗ്രാമറിൻ്റെ കൺഫ്യൂഷൻ അവിടെ വേണ്ട. അതായത് അയ്യോ, ഹിയോ, ഷിയോ, ഇറ്റോ ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഡ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൂളാണ് ഡിഡ് എന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിഡ് വെച്ചിട്ടുള്ള ഈ സെൻറ്റൻസുകളൊക്കെ ഇതിന് നമ്മൾ ഗ്രാമറിൽ പറയുന്ന പേര് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൻസേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡിഡ് ഈസ് എ മാജിക്കൽ വേർഡ് ഇൻ ഇംഗ്ലീഷ്. യൂസ് ഇറ്റ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ് ആൻഡ് ബി ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. മൊബൈൽ ആപ്പിലൂടെ HD ക്വാളിറ്റി വീഡിയോസൊക്കെ നൽകി 60 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.